آمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم أولا وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സദാസമയവും നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ വെക്കേഷൻ സമയത്തും അല്ലാത്തപ്പോഴും മക്കളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ ഏറെ സങ്കടപ്പെടുന്നതും വേദനിക്കുന്നതും മക്കളെ കുറിച്ച് ഓർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളായ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു ചെടി നട്ടാൽ ആ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ
എല്ലാ കാര്യങ്ങളും അത് നട്ടതു മുതൽ നമ്മൾ ചെയ്യാറുണ്ട്. അതിനാവശ്യമായ വളമിട്ട് കൊടുക്കുന്നതും അത് മറ്റു വസ്തുക്കളാൽ നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണ കവചങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതുമൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മൾ സന്തോഷിക്കാറുണ്ട്. ആ ചെടിയിലൊരു പൂവ് വിരിഞ്ഞാൽ, ആ ചെടിയിലൊരു കായ ഉണ്ടായാൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. മുന്നേ അധ്വാനിച്ചു വെച്ചതിൻ്റെ അനന്തര ഫലമാണ് പിന്നീട് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ മക്കളുടെ വളർച്ചയുടെ തുടക്കം മുതൽ വളരെ ശ്രദ്ധയോടുകൂടെ അവരെ വളർത്തേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമികപരമായ ഒരു മതബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നല്ല മക്കളായി തീരാനുള്ള ഒന്നാമത്തെ ഘട്ടം. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരോടൊപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ റബ്ബിന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ കടന്നു വരണം. ഒരു ചെറിയ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിരുത്തി, പൊന്നുമോനെ, ഈ ശരീരത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് നിനക്ക് അറിയുമോ? കുഞ്ഞു പറയും, ഇല്ല. ആരാണ് ഇങ്ങനെ സംവിധാനിച്ചതെന്നറിയുമോ? അള്ളയാണെന്നറിയാം. ഈ സംവിധാനത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് അറിയുമോ? അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും ശരിയായ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മോനെ. നോക്കൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം മക്കളോട്, ചെറിയ മക്കളോട്. അള്ളാഹു നൽകിയത് 2 കണ്ണുകളെയാണ്, 2 ശ്രവണപുടങ്ങളെയാണ്, 2 അധരങ്ങളെയാണ്, 2 കാലുകളെയാണ്, 2 കൈകളെയാണ്, 2 വൃക്കകളെയാണ്. ചെറുകുടലും വൻകുടലുമായി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അത്ഭുതകരമായ സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ടുണ്ട് എന്നിങ്ങനെ ആ കുട്ടിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ അതിന്റെ അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ബോധ്യമാകും, ശരിയാണ്, ഈ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അള്ളയല്ലാതെ മറ്റാരുമില്ല. എൻ്റെ ബാപ്പാക്ക് കഴിയില്ല, എൻ്റെ ഉമ്മാക്കും കഴിയില്ല. പറഞ്ഞു കൊടുക്കണം. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ മോനെ നിന്നെ ഒരു രൂപമാക്കി മാറ്റിയെടുത്ത് നിന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ ഈ രൂപത്തിലേക്ക് വരുത്തിയത് അള്ളാഹുവാണ് മോനെ, അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവും കഴിവും മാതാപിതാക്കൾക്കുണ്ടാകണം. അത് അവരുടെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന്റെ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൂടെ ഇത്തിരി സമയം ചെലവഴിക്കണം. ഈ വെക്കേഷൻ ടൈം അതിനുള്ളത് അവരുടെ പ്രയാസങ്ങളെ അറിയാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ, കലാലയ ജീവിതത്തിൽ അവരുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ എല്ലാം പങ്കുവെക്കാൻ, അവരുമായി ഒന്നിരിക്കാൻ സമയം കണ്ടെത്തണം. അത് വളരെ അനിവാര്യമാണ്. ആ ഇരുത്തത്തിലാണ് അവരെ നാം ആദ്യം കേൾക്കുകയും പിന്നീട് അവർക്ക് നാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഒരാളെ കേൾക്കുക എന്നത് വളരെ മാനസികമായി വളരെ നമുക്ക് എന്താ പറയാ സന്തോഷം നൽകുന്നത്. ഒരു ഉമ്മയെ കേൾക്കുക എന്നത് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഒരല്പസമയം നമ്മുടെ ചെവികൾ കൊടുക്കണം അവർക്ക്. തൻ്റെ ഇണക്കും പറയാനുണ്ടാകും, മക്കൾക്കും പറയാനുണ്ടാകും. സശ്രദ്ധ വീക്ഷിച്ചുകൊണ്ട് അവരോടൊപ്പം ഇരിക്കണം. അതാണ് പറയുന്നത്. പലപ്പോഴും നമ്മളിൽ കാണാൻ പറ്റാത്തതും അത്. മക്കളോടൊപ്പം ഇരിക്കുന്ന സമയം കുറവാണ്. അതുകൊണ്ടാണ് മക്കൾ നമ്മളിൽ നിന്ന് അകലുന്നത്. നമ്മുടെ മക്കളുടെ വഴി തെറ്റാനുള്ള കാരണം ആ കുഞ്ഞിന്റെ ബാപ്പയും ഉമ്മയുമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ആ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ കൂടെ കളിക്കുന്ന നല്ല ഒരു പൂപ്പയാണ്, പിതാവാണ്. പക്ഷെ മക്കളോട് അധികം ചെലവഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മകൻ ഇബ്രാഹിം അടക്കം ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്. ആദി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടെ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് റസൂല് പറഞ്ഞ, നോക്ക് നിങ്ങൾ, ഒരു കുഞ്ഞിനെ കുറിച്ച് പറയാൻ, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. നമുക്ക് പറയാൻ പറ്റണം മക്കളെ കുറിച്ച് അങ്ങനെ. മക്കളും അങ്ങനെ പറയണം. എന്റെ സ്നേഹമാണ് എന്റെ ഉപ്പ, എന്റെ വാത്സല്യമാണ് എന്റെ ഉമ്മ എന്ന് മക്കൾ പറയണം. കേവലം അത് പാട്ടിലൂടെ വരികളായിട്ട് കേട്ടാ പോരാ. ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് രക്ഷിതാക്കൾക്ക് മക്കളോടും പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ പറയാൻ, ഞാൻ ഈ 2 ചെവി കൊണ്ട് കേൾക്കുകയുണ്ടായി, എന്റെ 2 കണ്ണുകൊണ്ട് കാണുകയുണ്ടായി ഒരു സംഭവം. എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കരങ്ങൾ കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൈകളിൽ പിടിച്ചു. പേരക്കുട്ടികളാണല്ലോ, ഫാത്തിമ ബീവിയുടെ മക്കളാണല്ലോ. എന്നിട്ട് അവരുടെ കാൽപാദം നബിയുടെ കാൽപാദത്തിന്റെ മേലിൽ കയറ്റി വെച്ചു എന്നാണ്. റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ മേലില് ഈ 2 കുട്ടികളുടെ കാൽപാദം കയറ്റി വെച്ചു. എന്നിട്ട് നബി പറഞ്ഞു, കയറിക്കോളൂ. കയറാൻ പറഞ്ഞു കുട്ടികളോട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുടെ നെഞ്ചിൽ തന്റെ കാൽ എടുത്തു വെക്കും വരെ ആ കുട്ടികൾ കയറി, നെഞ്ചിലേക്ക് കയറി എന്നാണ്. നോക്കൂ നിങ്ങൾ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞുങ്ങളോട് പറയാണ്, നീ വായ തുറക്കൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഇവനെ ഇഷ്ടപ്പെടണമേ, ഞാൻ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സമയം കണ്ടെത്തി. നെഞ്ചത്ത് കയറണം കുട്ടികൾ. നമ്മൾ ആന കളിക്കാറുണ്ട് അല്ലേ? കളിക്കണം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കുനിഞ്ഞു കൊടുക്കണം. അവർ പുറത്ത് കയറട്ടെ, നെഞ്ചത്ത് കയറട്ടെ, അവരുടെ ചെറിയ കൈകൾ കൊണ്ട് നമ്മളെ ഇടിക്കട്ടെ. പക്ഷേ അതെല്ലാം അനുഭവിച്ച് ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുവേ, ഇവരെ നീ ഇഷ്ടപ്പെടണേ റബ്ബേ, ഞാൻ ഇവരെ ഏറെ ഇഷ്ടപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയാണ്. അതുകൊണ്ട് ഇതുപോലെ മക്കളുടെ കൂടെ ഒരല്പസമയം ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും. ഇനി ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇന്റർനെറ്റ് പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ചില കൗൺസിലിംഗിൽ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പിതാവിന്റെ കൂടെ മാതാവിന്റെ കൂടെ അല്പസമയം ചിലവഴിക്കാൻ സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. വല്ലാതെ ഒറ്റപ്പെടൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളുടെ മുന്നിലുള്ള മാർഗം ഇന്റർനെറ്റ് തന്നെയാണ്, സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോയി. നമ്മൾ തന്നെ എല്ലാ സൗകര്യവും വീട്ടിലുണ്ട്. ഇതിനർത്ഥം ഇന്റർനെറ്റ് വേണ്ട എന്നല്ല. അതിന്റെ പിന്നിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ട് ഒരുപാട് സഹായങ്ങളുണ്ട്.
ആ ഉപകാരങ്ങളെയും സഹായങ്ങളെയും മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ നമ്മളും നമ്മുടെ മക്കളും തയ്യാറാകണം. നിങ്ങൾ വയ്യാത്ത ഉമ്മ വീട്ടിലാണ്, വയ്യാത്ത ഉപ്പ വീട്ടിലാണ്, പക്ഷേ മകൻ ഗൾഫിലാണ്. ആ ഉമ്മാക്കൊന്ന് കാണാൻ, ആ പിതാവിനൊന്ന് കണ്ട് സംസാരിക്കാൻ ഇന്റർനെറ്റ് സൗകര്യം വളരെ ആവശ്യമാണ്, ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് നേരിൽ കാണുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും സമാധാനമാണ്, തന്റെ മകനെ കാണുമ്പോ സമാധാനമാണ്, സംസാരിക്കുമ്പോ സമാധാനമാണ്, സ്നേഹത്തിന്റെ സംസാരം നടക്കുകയാണ്, ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഇതിന്റെ ഉപയോഗം നിയന്ത്രണം വേണം. ഏത് രൂപത്തിലൂടെയാണ് എൻ്റെ കുട്ടി പോകുന്നത് എന്ന് നോക്കേണ്ടത് ഉപ്പയാണ്, ഉമ്മയാണ്. പലതരത്തിലുള്ള ഗെയിമുകൾ അറിയോ? പിതാവിന്റെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത് മകൻ കളിച്ച ഗെയിമിലൂടെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വാർത്ത, അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് പോയത്. കാരണം എന്താ? മകൻ കളിച്ച കളിയാണ്, മൊബൈലിൽ ഇരുന്ന് കളിച്ചതാണ്, ടാബിലിരുന്ന് കളിച്ചതാണ്, കമ്പ്യൂട്ടറിൽ ഇരുന്ന് കളിച്ചതാണ്. സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, നോക്കാൻ കഴിഞ്ഞില്ല. അവസാനം പോയപ്പോഴാണ് അതിന്റെ വേദന അറിയുന്നത്. അങ്ങനെ നമുക്കും പറ്റും. ഇപ്പൊ ചില ഗെയിമുകളൊക്കെ ഇങ്ങനെ അതിന്റെ പരസ്യം വരുമ്പോ അതിൽ ചില നിബന്ധനകൾ ആ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ വരുന്ന നഷ്ടത്തിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അപ്പൊ നഷ്ടം വരുന്ന അവരെന്നെ പറയുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റിന്റെ ഉപയോഗം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായും ഒഴിവ് സമയമുണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് ഞാൻ കഠിന കോപമുള്ളവനാകുന്നു. ആരാണ് പ്രിയമുള്ളവരെ? ഞാൻ, അത് അല്ലാഹുവാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ല. നമ്മുടെ മുന്നിൽ സമയമുണ്ടായി, ആരോഗ്യമുണ്ടായി, എന്നിട്ട് നമുക്ക് വേണ്ടി പരലോകത്തേക്ക് സമ്പാദിക്കാൻ നാം തയ്യാറായിട്ടില്ല എങ്കിൽ അവിടെ അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി ഇത് നമ്മൾ പഠിച്ചാലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ ഖുർആൻ ക്ലാസ്സിൽ വരണം, ഹദീത്ത് ക്ലാസ്സിൽ വരണം, പള്ളിയിൽ വരണം എന്നൊക്കെ പറഞ്ഞത്. അത് വരാത്തതുകൊണ്ടാണ് ഈ അപകടമൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. ശരി, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അൻ അബൂ സഈദ് قال سمعت رسول الله صلى الله عليه وسلم يقول من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع بقلبه وذلك أضعف الإيمان. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയട്ടെ. കൈകൊണ്ട് തടയാൻ പറ്റണം. നമ്മുടെ വീട്ടില് അങ്ങനെ ഒരു തിന്മ നടക്കുകയാണെങ്കിൽ കൈകൊണ്ട് തടയാൻ പറ്റണ ഏറ്റവും ഖൈർ അതാണ്. കൈകൊണ്ട് തടയട്ടെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. വർത്തമാനത്തിലൂടെ പൊന്നുമോനെ തെറ്റ് ചെയ്യല്ല, മോളെ തെറ്റ് ചെയ്യല്ല, ആരാണോ തെറ്റ് ചെയ്തു പോയത് അവരോട് നാവ് കൊണ്ടും പറയാം. ഇനി ഇത് രണ്ടും സാധിച്ചില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുത്തുകൊള്ളട്ടെ. അതാകട്ടെ ഈമാനിന്റെ ഏറ്റവും താഴ്ന്നപടിയാണ്. മനസ്സിലായില്ലേ? ഇനി ഒന്നും പറ്റൂല. ചില വീടുകളിൽ കല്യാണത്തിൽ കുറെ ആർഭാടങ്ങളും അട്ടഹാസങ്ങളും നടക്കും. ദീനിന് എതിരാണ്, അള്ളാഹിന്റെ മതത്തിന് എതിരാണ്. ആ നമ്മളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ നിൽക്കുന്നതല്ല, നമ്മുടെ കൈ കൊണ്ട് തടഞ്ഞാൽ നിൽക്കുന്നതല്ല. എങ്കിൽ ഒരു ഹറാം അവിടെ നടക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അവിടെ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഈമാന് നമുക്ക് ഉണ്ടായിരിക്കണം.
അതായത് ഈ പറഞ്ഞത്. ഇത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. പൊന്നുമോനെ, പുറത്തേക്ക് നീ ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന പലതും കാണാം. താൽക്കാലിക സുഖത്തിന് വേണ്ടി നിന്നെ വിളിക്കാം. അതുകൊണ്ട് മോനെ, അങ്ങനെ വന്നാൽ എന്റെ പൊന്നുമോൻ അങ്ങനെ അകപ്പെട്ടു പോകരുത്. എന്റെ പൊന്നുമോനോട് വാപ്പാക്ക് വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത സ്നേഹമാണ്. നിനക്ക് വല്ലതും സംഭവിച്ചാൽ ഈ പൊന്നുപ്പാക്കും ഉമ്മാക്കും അത് സഹിക്കാൻ പറ്റുന്നതല്ല. ആ സ്നേഹത്തിന്റെ പവർ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. മക്കൾ പോവില്ല. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അതുപോലുള്ള തെറ്റുകൾ ചെയ്യുന്നവർ, അതിനേക്കാളേറെ അത് ഉപയോഗിക്കാത്ത ലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ടല്ലോ. കള്ളു കുടിക്കാത്തവരുണ്ടല്ലോ, മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവരുണ്ടല്ലോ, വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കാത്തവരുണ്ടല്ലോ. എന്തേ അതിന് കാരണം? ഞാൻ കള്ളു കുടിച്ചാൽ ഭൗതിക ലോകത്തിന്റെ ജീവിതം നശിച്ചു പോകും, എന്റെ ശരീരം നശിച്ചു പോകും, എന്റെ സമ്പത്ത് നശിച്ചു പോകും, എന്റെ പൊന്നു മാതാപിതാക്കളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും, എന്റെ ഇണ എന്നിൽ നിന്ന് ഇല്ലാതെയാകും, എന്റെ പൊന്നുമക്കൾ ഇല്ലാതെയാകും. മാത്രമല്ല, കള്ളു കുടിച്ചാൽ നാളെ പരലോകത്ത് വല്ലാത്ത ശിക്ഷ തന്നെയാണ്. എന്റെ ആരാധന നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹ് ഹറാമാക്കിയ കള്ളനിക്ക് വേണ്ട എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മതമാണ്. എന്ന് മതം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് ഹറാമിലായിരിക്കും നമ്മൾ. ഹറാമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കും. പ്രിയമുള്ളവരെ, അന്ന് കള്ള് നമുക്ക് ഹലാലാണ്, വ്യഭിചാരം ഹലാലാണ്, പലിശ നമുക്ക് ഹലാലാണ്. നമ്മുടെ നാവ് കൊണ്ട് അതിനെ വാദിക്കും. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ എന്താ എന്ന രൂപത്തിലുള്ള വർത്തമാനം പറയും. അതല്ലേ വേണ്ടി വന്നാൽ ഉമ്മയെ വരെ ഭോഗിക്കാൻ നമുക്ക് ഭോഗിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന വാദവുമായി ചില ആളുകൾ വന്നത്. കാരണം എന്തേ? അവർ റബ്ബിൽ വിശ്വസിച്ചവരല്ല, പടച്ചോനെ തള്ളിയവരാണ്, ദീനിനെ തള്ളിയവരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ തള്ളിയവരാണ്. അങ്ങനെ തള്ളിയപ്പോ ജന്മം നൽകിയ മാതാവിന്റെ അടുക്കലേക്ക് തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പോയാലും കുഴപ്പമില്ല എന്ന വാദത്തിലേക്ക്, ഒരു ഉമ്മ പ്രസവിച്ച സഹോദരിയുടെ അടുക്കലേക്ക് തന്റെ വികാര പൂർത്തീകരണത്തിന് പോയാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക്, എന്ന വാദത്തിലേക്ക് വന്നത്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അതൊക്കെ വാർത്തകളിലൂടെ അറിഞ്ഞ വിഷയങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയമൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ പറയാതെ പോകുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ ഖുതുബയിൽ പറഞ്ഞാൽ അതിൽ ചിലത് ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ പള്ളിയിലുണ്ടാവും. അതിന് ചില വാദങ്ങൾ പറയാറുണ്ട്, തുറന്നു പറയും. നമ്മളിപ്പോൾ ആ കൂടി പറയില്ല, MDM, പിന്നെ പൊടികൾ, മറ്റു പലതും സിന്തറ്റിക് മയക്കുമരുന്നുകളൊക്കെ പറയും. കള്ള് എന്ന് ആരും പറയുന്നത് കേൾക്കുന്നില്ല. എന്തേ, കള്ള് ഹലാലായോ? കള്ള് ഹലാലായോ? ഇല്ലല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞ സർവ തിന്മകളുടെയും മാതാവ് കള്ളാണെന്ന്. നോക്കൂ നിങ്ങൾ, അത് കുടിക്കുന്നവരുണ്ട്, അതവിടെ നിൽക്കട്ടെ. അക്കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നൊരു പരിപാടിയാണ് വലിക്കുക, സ്മോക്കിംഗ്. ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നൊരു പരിപാടിയുണ്ട്, ഭക്ഷണം കഴിച്ച ഒന്ന് ദമ്മാവാനാണ്. അങ്ങനുണ്ടോ? സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ വർക്ക് നടത്താനുള്ള സംവിധാനം റബ്ബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭക്ഷണത്തെ നമ്മുടെ ശരീരം സ്വീകരിച്ച് ആവശ്യമായതെല്ലാം രക്തത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ ആവശ്യമായത് ശരീരത്തിന് നിലനിർത്തി അനാവശ്യമായതിനെ പുറന്തള്ളാനുള്ള 2 വഴികളല്ല ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലെ ദമ്മാക്ക് അത് വലിക്കണം. ഹറാം തന്നെയാണ്, ഹറാം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ഈമാൻ ഉള്ളവരാണെങ്കിൽ അപ്പണിക്ക് ഇനി പോകാൻ പാടില്ല.
ഈ പറഞ്ഞ MDM-ഉം പൊടിയും അതുപോലെ തന്നെ കള്ളും കഞ്ചാവും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ബീഡി വലി, അതുപോലെ സിഗരറ്റ്, അതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും. അത് ശരീരത്തിന് പ്രയാസമാണ്. അതിൻ്റെ ചിത്രം കൊടുത്ത് പാക്കറ്റിൽ എഴുതി വെച്ചിട്ടില്ല മനുഷ്യരെ. അത് കണ്ടിട്ട് പിന്നെയും വലിക്കണോ? ഒന്ന് ചിന്തിക്കും. നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഖുർആൻ ഓതുന്ന, സദഖ ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന, അമൽ സാലിഹാത്ത് ചെയ്യുന്ന ഒരു മുസൽമാന്റെ ചുണ്ടിൽ വീഡിയോ സിഗരറ്റോ ഉണ്ടാവാൻ പാടില്ല. തീരുമാനം എടുക്കണം. ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. വാപ്പ വലിക്കുന്ന മകൻ കാണാൻ, അതേ മകൻ തന്നെയാണ് വാപ്പാടെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കട്ടിട്ട് വലിക്കാൻ അവസരം കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്ന വാപ്പ തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? ഇപ്പൊ പെൺകുട്ടികളടക്കം അതിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിന്ന് ഹൈലൈറ്റ് ആയിട്ട് പറയാണ്, ആ വലി നിർത്തണം നമ്മൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില ആൾക്കാർ പറഞ്ഞ് നിർത്താൻ പറ്റുന്നില്ല, സമയമാകുമ്പോൾ വീണ്ടും ഒന്ന് വലിക്കണം എന്ന്. നമ്മളൊന്ന് ആലോചിക്കുക. ഒരു സിഗരറ്റിൻ്റെ പൈസ ആലോചിക്കുക, ഒരു പാക്കറ്റിൻ്റെ പൈസ ആലോചിക്കുക, ഒരു മാസത്തിൽ എത്ര രൂപ വലിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ചിന്തിക്കുക. എന്തിന്? മാരകമായ രോഗങ്ങൾ കയ്യിലുള്ള കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന മണ്ടനായ വിഡ്ഢിയായ മനുഷ്യൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ ചിന്തിച്ചോളി ആ വഴിക്ക്. അങ്ങനെയുള്ള ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അതിനെ നിലക്ക് നിർത്തണം. അത് വലിച്ചും കൊണ്ട് ഈ വീട്ടിലേക്ക്, എൻ്റെ അടുത്തേക്ക്, മക്കളടുത്തേക്ക് വരരുത് എന്ന് പറയാൻ ഈമാനുള്ള ഉമ്മമാര്, സഹോദരിമാരുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോഴേ കുടുംബം നന്നാവുള്ളൂ, മക്കൾ നന്നാവുള്ളൂ. പാപ്പാക്ക് മാത്രമല്ല, ഉമ്മാക്കും എന്തുണ്ട്, മക്കളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഉമ്മാക്കാണ് അതിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ, ഇത് കുറേ പറയാനുണ്ട് ഈ വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തിയായിട്ട് പറയാൻ അല്ലാഹു, പൂർത്തീകരിച്ച് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്താനും ചേർത്ത് പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം പങ്കുവെക്കാനും ദീന് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ പിന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. നമ്മൾ ആലോചിച്ചൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്നതും മക്കളുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി എന്ന് പറയാൻ അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്ന മക്കൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും തനിയ്യം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ ഒരിക്കൽ കൂടി സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുക. ഇനി നമ്മുടെ മക്കൾക്ക് വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. അത് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. ഇസ്ലാമിനൊരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടല്ലോ. ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ആരാധനയുടെ കാര്യത്തിൽ അത് പറഞ്ഞു. നമസ്കാരത്തിന് കൃത്യമായൊരു ടൈം മാനേജ്മെന്റ് ഉണ്ട്. കൃത്യമായിട്ട് അത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നിസ്കരിക്കണമെന്നാണ്. അതുപോലെ ജീവിതത്തിൽ എല്ലായിടത്തും ആ ഒരു മാനേജ്മെന്റ് പഠിപ്പിക്കേണ്ട വീട്ടുന്ന ഉറങ്ങേണ്ടതും ഉണരേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും അല്ലേ, വീട്ടിലേക്ക് വരേണ്ടതും പോകേണ്ടതുമായ രീതിയിൽ എല്ലായിടത്തും ആ ഒരു ടൈം മാനേജ്മെന്റ് പഠിപ്പിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും പൊട്ടിക്കാത്ത നേർപ്പതം കിടക്കാറുണ്ടോ? ബാപ്പയെ വായിക്കണില്ല, ഉമ്മ തൊട്ടിട്ടില്ല, പിന്നെ മക്കളെ കാര്യം പറയാനുണ്ടോ? ആലോചിച്ചോളെ. നേർപ്പതം പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ നേർപ്പതം ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പറിന്റെ ഒരു കവറുണ്ടാവും, ഒരു കെട്ടുണ്ടാവും. അതുപോലും പൊട്ടിക്കാതെ അവിടെ ഇരിക്കുന്ന സാധനം. ബാപ്പ കണ്ടിട്ടില്ല, ഉമ്മ നോക്കിയിട്ടില്ല, കുട്ടികൾ തൊട്ടിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞ അങ്ങനെയല്ല. വായിക്കട്ടെ, വായിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുക്കുക. അതിലൂടെ അവർക്ക് അറിവുകൾ കിട്ടും. അതുപോലെ പുറത്തിറങ്ങി നമ്മുടെ പിന്നെ കൺമുന്നിൽ അല്ലെങ്കിൽ ഒരുപാട് കാണാമറയത്ത് പോകാതെ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ വീട്ടിലുള്ള കുട്ടികളോട് അല്പസമയം കളിക്കാൻ നമ്മൾ അങ്ങോട്ട് പറയണം.
അള്ളാഹുവിന്റെ റസൂല് നീന്തൽ പഠിക്കാൻ പറഞ്ഞു, കുതിരസവാരി പഠിക്കാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് ഇസ്ലാം അങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിനും മനസ്സിനും പിന്നെ ഗുണം കിട്ടുന്ന എന്തൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് കുട്ടികൾ പോകട്ടെ. എത്ര ആൾക്കാർക്ക് നീന്തൽ അറിയാം? ഇന്നലെ വൈകിട്ട് കുറ്റിപ്പുറത്ത് 2 ആളുകൾ മരിച്ചു. ഒരു കുട്ടി പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി, ഒഴുക്കിൽ പെട്ടു. പിടിക്കാൻ വേണ്ടി പിന്നെ ഒരു ഉമ്മ ചാടി, 2 പേരും മരിച്ചു. കുറച്ച് അകലെ നിന്നാ മയ്യത്ത് കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ പത്രത്തിലുണ്ട്. കുറേയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നീന്തി പഠിക്കാൻ പറ്റിയ അവസരങ്ങളിൽ അവർ നീന്തി പഠിക്കട്ടെ. അവരോട് കൂടെ നമ്മളൊന്ന് വെള്ളത്തിൽ ചാടാൻ പോവുക. അത് രസകരമാണ്. കുട്ടികളോടൊപ്പം ഒന്ന് കളിക്കാം. നമുക്ക് പറ്റുന്ന കളികള്, ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും, കളിച്ചോളിയും. വീട്ടുമുറ്റത്ത് സൗകര്യം ഉണ്ട്, കളിക്കും. ഉപ്പയും ഉമ്മയും മക്കളും കളിക്കണം. കളിയിലും ചെരിയിലും ഒക്കെ ബാപ്പാന്റെയും ഉമ്മാന്റെയും സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ വീട്ടുവളപ്പിൽ അതിന് സൗകര്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇസ്ലാം അതിനെതിരല്ല. വളരെ കൃത്യമായത് പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ വായിക്കാനും കളിക്കാനും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തി വെക്കേഷൻ ടേമിൽ അവരോടൊപ്പം സമയം ചിലവഴിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ആരാധനകൾക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം. ആരാധനകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഫർളിന് പുറമെ സുന്നത്തായ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. ചെയ്യടാ, ചെയ്യടി, അതല്ല വേണ്ടത്. നമ്മൾ ചെയ്യുന്നതോടൊപ്പം അവരെ വിളിച്ച് അതിന്റെ പ്രതിഫലം പറഞ്ഞു കൊടുത്ത് എന്നിട്ട് അവർക്ക് അത് ചെയ്യാനുള്ള മനസ്സ് വരുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കഴിഞ്ഞ ഖുതുബയിൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഒക്കെ ഉപദേശത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉപദേശങ്ങളൊക്കെ പിന്നെ ഖുർആനിൽ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളും ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഇൽമിന്റെ അറിവിന്റെ വെളിച്ചവുമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്റ്റുഡൻസിന്റെ കോൺഫറൻസ് മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. തീരുമാനം എടുക്കണം നമ്മളെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ. ഇവിടുന്ന് ബസ്സുണ്ട്, സൗകര്യം ഒരുക്കാണ്. അവിടെ പോയിരുന്നാൽ അവരുടെ മനസ്സിങ്ങനെ നനയുന്ന രൂപത്തിലുള്ള ജീവിതത്തിൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, മയക്കുമരുന്നില്ലാത്ത അതുപോലെ വൃത്തികേടുകളില്ലാത്ത ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കാനുള്ള എല്ലാ വഴികളും പറഞ്ഞു കൊടുക്കുന്ന പിന്നെ സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് നമ്മുടെ മക്കൾ പോകണം. പ്രഗത്ഭരായ നല്ല പിന്നെ കഴിവുള്ള പ്രഗത്ഭരായ ആളുകളാണ്, പണ്ഡിതന്മാരാണ് നമ്മുടെ മക്കളുമായി സംവദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടാൻ അതും ഉപകാരപ്പെടും. അതുകൊണ്ട് രജിസ്ട്രേഷനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അങ്ങോട്ട് പറഞ്ഞേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കേരളത്തിൽ എല്ലായിടത്തും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ. വിദ്യാർത്ഥി സമ്മേളനങ്ങളിലൂടെ, പ്രൊഫഷണൽ മീറ്റിലൂടെ, അതുപോലെ പ്രൊഫൈസിലൂടെ എല്ലായിടത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നീട് അതെല്ലാം നടത്തുന്ന ഒരു സംഘത്തെ അതിലൂടെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു അവസരം റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം അറിയണം. സ്റ്റെതസ്കോപ്പ് എടുത്ത് ഒരു പേഷ്യന്റിന്റെ നെഞ്ചത്തേക്ക് വെക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പരിശോധനക്ക് സ്റ്റാർട്ടിംഗ് കൊടുക്കുന്ന ഡോക്ടർമാരെ പിന്നെ വാർത്തെടുത്തത് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളാണ്. അതെ, തലയിൽ പിന്നെ തലമറക്കാതെ, തുണിയില്ലാതെ, തലയിൽ തുണിയില്ലാതെ അല്പവസ്ത്രധാരികളായി മെഡിക്കൽ കോളേജുകളിലും ഉയർന്ന കോളേജുകളിലും പഠിച്ചിരുന്ന നമ്മുടെ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ, പിന്നീട് അവർ രോഗികളെ പരിശോധിക്കുന്നത് പൂർണ്ണമായി ശരീരത്തെ മറച്ചുകൊണ്ടുള്ള അവസ്ഥയിലാണ്. അതിനുള്ള കാരണം ഈ ഇൽമിന്റെ സമ്മേളനങ്ങളാണ്. വെറുതെ പറയല്ല, ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, കണ്ണിന് കുളിർമയുള്ള മക്കളെ, കണ്ണിന് കുളിർമയേൽക്കുന്ന മക്കളെ,
നാളെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇമാമായി നിൽക്കേണ്ട പൊന്നുമക്കളെ, അവരെ വളർത്തിയെടുക്കാനുള്ള ഈ സമ്മേളനങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ മക്കളെ രക്തത്തിൽ പിറന്ന പൊന്നുമക്കളെ, അവർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട പിതാക്കളെ, മാതാക്കളെ, അവരെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. മനോഹരമായ കുടുംബ ജീവിതം ഉണ്ടാകും, സന്തോഷകരമായ ജീവിതം. എത്ര ഉള്ള വീടായാലും ഇല്ലാത്ത വീടായാലും ഈ ഒരു ചുറ്റുപാടാണെങ്കിൽ എത്ര വലിയ വീട്ടുകാർ അല്ലേ സന്തോഷവും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്നുണ്ടെന്നറിയോ? ഒന്ന് പരിശോധിച്ച് നോക്ക്. എത്ര വീടുകൾ, എല്ലാ സൗകര്യമുണ്ട്, പക്ഷെ മക്കളുടെ സ്നേഹം കിട്ടാതെ, മക്കൾ അടുത്തില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് വളരാൻ, അതുപോലെ തന്നെ ആ രൂപത്തിലേക്ക് എത്താൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇൻഷാ അല്ലാഹ് നൽകുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക, മുത്തം കൊടുക്കേണ്ട സമയത്ത് മുത്തം കൊടുക്കുക. അതാണ്. ഇന്നലെ എൻ്റെ മോൾ എന്നോട് ചോദിച്ചാണ്, എനിക്ക് ഇന്ന് മുത്തം തന്നിട്ടില്ലല്ലോ. ഇന്നലെ എന്തൊക്കെയോ തിരക്കിൽ പോയിട്ട് അങ്ങനെ പെട്ടുപോയതാ. രാത്രി കയറി വന്നിട്ടും എന്നോട് പറഞ്ഞു, എന്നോട് സംസാരിച്ചിട്ടുമില്ല, എനിക്ക് ഉമ്മ തന്നിട്ടില്ല. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിച്ചു മേടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു മേടിക്കുന്ന രീതിയിലുള്ള അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര സന്തോഷം അറിയാം. അത്തരത്തിലുള്ള കുടുംബങ്ങളാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷകരമായ ജീവിതം ആ മക്കളിലൂടെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലൂടെ നമ്മുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവരിലൂടെ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെ ഉമ്മയടക്കം പല ഉമ്മമാരും പല ഉപ്പമാരും രോഗശയ്യയിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, അവർക്ക് ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഖൈറായത് അവർക്ക് നീ നൽകണം റഹ്മാനേ. അവരുടെ ശമനത്തിലൂടെ അവരുടെ മക്കൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, അവരെ ശുശ്രൂഷിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ എതിർപ്പുകൾ ഉണ്ട് റഹ്മാനേ. ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ മുന്നേറാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.